ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദിസ് ഇസ് എ റിയൽ ആൻഡ് റോ വീഡിയോ. ആൻഡ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചതേ അല്ല, പക്ഷേ ഇങ്ങനെ എടുക്കാണ്ട് എനിക്ക് വേറെ വഴിയില്ല. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും, ഇങ്ങനെ വന്ന് അഭിനയിക്കാൻ നോക്കും, പക്ഷേ എൻ്റെ കൂടെ നടക്കുന്നില്ല. സോ ഐ തോട്ട് റിയൽ ആൻഡ് റോ വേർഷൻ നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇനി ഹെയ്റ്റ് തരാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനേ കരയുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്താ വിഷമമെന്ന് ചോദിക്കാം, ഡിപ്രഷൻ തുടങ്ങി അവൾക്ക് ഇങ്ങനെ വന്ന് കമൻ്റ് ഇടാം. എനിക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ ഇതൊക്കെ സഹിച്ച് കിടന്നു വന്ന ആളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ സഹിക്കുന്നതിൻ്റെ അപ്പുറമൊന്നും നിങ്ങളിടുന്ന കമൻറ്റ് എനിക്ക് കൊള്ളാൻ പോകുന്നില്ല. അതുകൊണ്ട് ദിസ് ഈസ് ദ റിയൽ ആൻഡ് റോ വേർഷൻ. ആൻഡ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കാണ്. കാരണം എനിക്ക് ആങ്സൈറ്റിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് ഓർമ്മ വരത്തില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കുന്നതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മൊത്തം ഞാൻ എഴുതി വെച്ചേക്കുക. സോ വീഡിയോയിലോട്ട് പോവാം. ആൻഡ് ഇപ്പോൾ സമയം രാത്രി 2:30 ആൻഡ് ദൈവം സഹായിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ്, അത് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ അല്ല ഒരാളുടെ റിയൽ ലൈഫ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് ദിസ് ഈസ് ദ റിയാലിറ്റി. ആൻഡ് ഈ റിയാലിറ്റിയിൽ ഞാൻ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ അറിയണം. അതാണ് അതിൻ്റെ ട്വിസ്റ്റ്, മനസ്സിലായോ? അപ്പോൾ ഈ വീഡിയോ ലല്ലുവിൻ്റെ കാര്യമാണ്. ലല്ലുവിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ലല്ലുവിൻ്റെ കാര്യം ഞാൻ പറയുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതെങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയാൻ പോവാണ്. കാരണം എനിക്കിനി ഇത് ഉള്ളിൽ വയ്ക്കാൻ പറ്റത്തില്ല, ആ സ്റ്റേജ് ആയി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഡിസംബർ 31, കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ 2025 ഡിസംബർ 31 ഞാൻ ലല്ലുവിൻ്റെ കാര്യം വിടണമെന്ന് വിചാരിച്ച ആളാണ്. അതിന് മുന്നേ ഒരു കാര്യം കേട്ടോ, വെട്ടമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ലൈറ്റൊന്നും വയ്ക്കാൻ വയ്യ. അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ള വെട്ടത്തിൽ നിങ്ങൾ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല ഇതെങ്ങനെ കാണുന്നതെന്ന് പോലും. സോ ഡിസംബർ 31 ലല്ലുവിൻ്റെ കാര്യം വിടണമെന്ന് തീരുമാനിച്ചതാണ്. ആൻഡ് എത്രത്തോളം ഞാനത് വിടണമെന്ന് ആഗ്രഹിച്ചോ അത്രത്തോളം അതെൻ്റെ തലയിലോട്ട് കയറി എൻ്റെ ഉള്ളിൽ അത്രയും ട്രോമ എന്നെ ആക്കിയെന്ന് വേണം പറയാൻ. ബിക്കോസ് ഞാൻ ഈ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും, ഞാൻ പുള്ളി ചെയ്ത കാര്യങ്ങൾ എന്നോട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിന് ഇരട്ടി പണിയാണ് എനിക്ക് പുള്ളി തന്നുകൊണ്ടിരിക്കുന്നത്. ഇരട്ടി പണിയെന്ന് തന്നെ പറയാം. ബിക്കോസ് ഞാൻ പുള്ളി ചെയ്ത കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പുള്ളി എന്നോട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ അതിലേറെയാണ്. അതെന്തിനാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്തായാലും നമുക്കത് ഫുള്ളായിട്ട് നിങ്ങൾ അറിയണമല്ലോ. അപ്പം മൊത്തത്തിൽ ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ പുള്ളി കാരണം മരുന്ന് കഴിക്കുന്നുണ്ട്. ഉറങ്ങാൻ വരെ ഞാൻ മരുന്ന് കഴിക്കേണ്ട മാനസിക നിലയിലോട്ട് എത്തി. അത്രയും എന്നെ മെൻ്റലി ഡ്രെയിൻഡ് ഔട്ടാക്കി. എനിക്കിപ്പോൾ വയ്യ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം നിങ്ങൾ അറിയണം. അപ്പോൾ തുടക്കം തൊട്ട് നമുക്ക് പോകാം. ആൻഡ് ഞാൻ ഷിബ്ലിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തായിരുന്നു. കേസ് ഫയൽ ചെയ്ത് കുറച്ച് നാളായി. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ബട്ട് കേസ് ഫയൽ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഷിബിലി കോൺടാക്ട് ചെയ്തു. ഷിബിലി സംസാരിച്ചു. ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ ഒരു രീതിയിലും ഞാൻ അടുത്തില്ല. ഞാൻ തിരിച്ച് നല്ല റേസായിട്ട് തന്നെ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ടായിരുന്നു. നേരിട്ട് കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ കേസ് കൊടുത്ത ആളെ നമ്മൾ നേരിട്ട് കാണുന്നത് കുറച്ച് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ പോയി നേരിട്ട് കണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. നാട്ടിൽ നിന്ന് സംസാരിച്ചു, വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നാട്ടിൽ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് സെക്കൻഡ് ചാൻസ് വേണമെന്ന് പറഞ്ഞു. സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റിലേഷൻ ആയിരുന്നപ്പോൾ ഞാൻ ചാൻസ് കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ നിരക്കിന് ഇഷ്ടം പോലെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട്. ചാൻസ് കൊടുത്തിട്ടും എവിടെ എത്താത്തതുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കത്തില്ലായിരുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു മിസ്റ്റേക്കൊന്നും ചെയ്താൽ ഇട്ടിട്ട് പോകുന്ന ആളല്ല ഞാൻ. കാരണം എൻ്റെ അടുത്ത് കുറേ മിസ്റ്റേക്ക് ചെയ്ത ആൾക്കാർ എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്ത ലെവൽ എത്തിയോണ്ട് മാത്രമാണ് ഞാൻ ഉപേക്ഷിച്ചത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാൻസ്, അതായത് ഞങ്ങൾ ഒറിജിനലി പിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും പ്രശ്നം വന്നു കഴിഞ്ഞ് എൻ്റെ അടുത്ത് സെക്കൻഡ് ചാൻസ് ചോദിച്ചു. സെക്കൻഡ് ചാൻസ് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും വൻ അഭിനയം, ഓസ്കാർ അഭിനയമാണ് അവിടെ ഷിബിലി കാഴ്ചവെച്ചത്. ഭയങ്കര കരച്ചിൽ, മെഴുകൽ. എൻ്റെ പൊന്നോ, നമ്മൾ കണ്ട ശത്രുക്കൾ പോലും അലിഞ്ഞു പോവും, ആ രീതിയിലുള്ള അഭിനയമായിരുന്നു എന്ന് പറയണം. ആൻഡ് ഹീ വെരി വെൽ നോസ്, എൻ്റെ മുന്നിൽ ഒരാൾ കരഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ മനസ്സലിയുമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. കാരണം പുള്ളി കണ്ടിട്ടുണ്ട്, 1 ഇയർ എൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളല്ലോ. പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു അവസരം പുള്ളി വളരെ നന്നായിട്ട് മുതലെടുത്തു. എൻ്റെ മുന്നിൽ കരഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സ് അലിഞ്ഞു. ആൻഡ് ഐ ടോൾഡ് ഹിം, നീ മാറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം.
ലൈക്ക് വീട്ടുകാരൊക്കെ സംസാരിച്ച് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയാൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. ആൻഡ് ഹി വാസ് ലൈക്ക് ഇത്രയും വീഡിയോ ഇട്ടില്ല, ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകും, അതാണ് ഇതാണ്. ഞാൻ പറഞ്ഞു നീ മാറിയാൽ ഉറപ്പായിട്ടും എനിക്ക് ആൾക്കാരോട് പറയാൻ പറ്റും ഇങ്ങനെ നിനക്ക് തെറ്റ് പറ്റി, നീ മാറാൻ റെഡിയായി, നീ നന്നാവുന്നു. അങ്ങനെ ഒരാൾ നന്നായെന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മോട്ടിവേഷൻ തന്നെയാണ്. സോ നീ ആദ്യം നന്നാവ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അപ്പം എന്താ ആങ്സൈറ്റി ആണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാറാൻ ഞാൻ ചാൻസ് കൊടുത്തു. മാറാൻ ചാൻസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ ഫോണൊന്നും എടുക്കത്തില്ല. ബിക്കോസ് എനിക്കറിയാം ഞാൻ ഫോൺ എടുത്താൽ ഞാൻ അധികം അറ്റാച്ച്ഡ് ആയി പിന്നെയും ഞാൻ മൂഞ്ചു എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അത്രയും ഡിസ്റ്റൻസ് ഇടാൻ നോക്കി. ആൻഡ് ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. പിന്നെ എൻ്റെ അടുത്ത ഇത് വന്നു, ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, നിൽക്കാൻ സ്ഥലമില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ വീട്ടിലോട്ട് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്താൽ വീട്ടിലോട്ട് പോകത്തില്ല, വീട്ടിൽ മറ്റതാണ് പ്രശ്നമാണ്, വീട്ടിൽ കയറ്റത്തില്ല, ഇങ്ങനെ കുറേ കഥ എൻ്റെ അടുത്ത് ഇറക്കി. ആൻഡ് ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു അത് ശരിയായിരിക്കും. ബിക്കോസ് വീട്ടിൽ സംസാരിച്ചപ്പോൾ വീട്ടിലിപ്പോൾ കയറാൻ പറ്റത്തില്ല, ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ശരി. ഫുഡ് കഴിക്കാനും നിൽക്കാനും താമസത്തിനും ഞാൻ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ അടുത്ത് ആര് ഫുഡ് കഴിക്കാൻ പൈസ ചോദിച്ചാലും ഞാൻ ഫുഡ് കഴിക്കാൻ പൈസ കൊടുക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പൈസ കൊടുത്തു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു പോട്ടെ, ആഹാരമല്ലേ, ഇനിയിപ്പോൾ അത് നിന്നെ പറ്റിക്കാനാണെങ്കിൽ പോലും ഫുഡിനല്ലേ കൊടുക്കുന്നത്, അത് നീ അങ്ങ് സതക്കായിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് പുണ്യം ചെയ്തോല്ലോ നോക്കിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ആ പൈസയും കൊടുത്തു. പൈസ കൊടുക്കുന്നതിന് എപ്പോഴും കണക്ക് പറയുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ നോക്കി. ഇത്രയും എന്നെ കുത്തി നോവിച്ച ഒരാളെ വീണ്ടും എൻ്റെ ലൈഫിലോട്ട് ഇങ്ങനെ വന്ന് അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ സഹായിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലർക്ക് ഇത് കാണുമ്പോൾ എന്നെ അടിക്കാനോ തുപ്പാനോ തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഫുള്ളി റിക്കവറായി ഹീലാവാത്ത ഒരു സ്റ്റേജിലാണ് പുള്ളി എൻ്റെ ലൈഫിലോട്ട് പിന്നെയും വരുന്നത്. അപ്പം ആ അവസരം നന്നായിട്ട് മുതലെടുത്തെന്ന് പറയണം. പക്ഷെ എന്തോ എൻ്റെ കൃപാകടാക്ഷം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, എൻ്റെ മനസ്സിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ എത്രത്തോളം ഞാൻ പിടിച്ചു നിന്നത്. ബിക്കോസ് എനിക്കെന്ന് വെച്ചാൽ ഷിബിലി ഇല്ലാണ്ട് ഞാൻ ജീവിക്കൂന്ന് വിചാരിച്ച ആളല്ല. കാരണം ഞാൻ അത്രയും അഡിക്റ്റഡ് ആയിരുന്നു ഷിബിലിയിൽ. ഓക്കെ, ഇപ്പം പോലും എനിക്ക് ഷിബിലിയുടെ കാര്യം ആരെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് അതിനെപ്പറ്റി പറയുമ്പോഴോ എനിക്ക് വിഷമം വരും. അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു ഷിബിലി ഇങ്ങനെ തിരിച്ചു വന്നു, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി ചാൻസ് കൊടുക്കരുതെന്നാണ്. പക്ഷെ ഞാൻ കേട്ടില്ലെന്നല്ല, ഞാനത് കേട്ടു. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു ലിമിറ്റ് വരെ പിടിച്ചു നിന്നു, മനസ്സിലായോ? അങ്ങനെ കുറേ കാലം പിടിച്ചപ്പോൾ ലൈക്ക് ഷിബിലി എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ അവസരം ചോദിച്ച് സംസാരിച്ച് റെഡിയാക്ക്, എനിക്കിനി പറ്റത്തില്ല, വേറെ ആളായിട്ട് നടക്കത്തില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഐ ടോൾഡ് ഹിം നമുക്ക് ചാൻസിനെ പറ്റി ചിന്തിക്കാം, നീ ആദ്യം വീട്ടിൽ നിൽക്ക്, ആൻഡ് എനിക്ക് ഉറപ്പ് വരണം നീ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു. ഹി വാസ് ലൈക്ക് നമുക്ക് ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കാമെന്ന്. പക്ഷെ അത് ഞാൻ ഓക്കെ പറഞ്ഞില്ല, ഞാൻ ഒരുമിച്ച് നിൽക്കാനും തയ്യാറായില്ല. ആൻഡ് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ പുള്ളി വേറെ റൂം എടുത്താണ് നിന്ന്. അവിടെ ഞാൻ പൈസയും കൊടുത്തു. അതൊക്കെ പോട്ടെ. ആൻഡ് ബാംഗ്ലൂർ ആണ് പുള്ളി കുറച്ച് നാൾ നിന്ന്. അപ്പോൾ ബാംഗ്ലൂരുള്ള പുള്ളിയുടെ ഫ്രണ്ട്സ് അവിടെയുള്ള, എനിക്ക് അവരെ പരിചയമില്ലായിരുന്നു, അവരുമായിട്ട് കമ്പനിയായി. അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എടി അവൻ മാറി തുടങ്ങി, അവൻ മാറും നിനക്ക് വേണ്ടി, അവന് മനസ്സിലായി അവൻ ചെയ്ത തെറ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഐ തോട്ട് ഓക്കെ, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ഇത്രയൊക്കെ അനുഭവിച്ചല്ലേ, ഇത്രയൊക്കെ ഞാൻ വീഡിയോ ഇട്ടു, ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഞാൻ മണ്ടിയായി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിക്കാഹ് കഴിഞ്ഞതല്ലേ, അപ്പം മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ചെയ്തത് മൊത്തം തെറ്റാണ് എന്ന് ഞാൻ ഓർത്തുപോയി. ബട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് കൊടുക്കാം, പുള്ളി അയച്ച മെസ്സേജും കാര്യങ്ങളും കേട്ടോ. നീ 1 നൈറ്റ് പോലും ഞാനില്ലാതെ ഉറങ്ങാത്ത ഒരാളായിരുന്നു, നീ ഫുള്ള് മാറിപ്പോയി, നിനക്ക് എൻ്റെ അടുത്ത് കിട്ടുന്നതിൽ അടിപൊളിയായിട്ട് വേറെ ആരുടെ അടുത്തെങ്കിലും കിട്ടുന്നുണ്ട്. അതായത് അവൻ തന്നെ പറയുകയാണ് ഞാൻ അവൻ്റെ കൂടെ പോകാത്തതുകൊണ്ട് ഞാൻ വേറെ ആളുടെ കൂടെ പോയെന്ന്. എനിക്ക് ഒന്നും പറയാനില്ല. ബിക്കോസ് ശരിയാണ്, അവൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ശരിയാണ്, ഞാൻ അവനില്ലാണ്ട് ഉറങ്ങത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവൻ രാത്രി എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. രാത്രി മൊത്തം ഞാൻ കാത്തിരിക്കും, വെളുപ്പിനെ വരെ, അവൻ വരുന്നവരെ ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു ഫസി ആയിരുന്നു മുന്നത്തെ ഫസി.
അപ്പോൾ ഇതാണ് അവൻ അയച്ച മെസ്സേജ്. അപ്പോൾ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ നിങ്ങൾ കാണണം. ഓക്കെ, ഇതെൻ്റെ ഉള്ളിൽ നിന്ന് വന്ന റിപ്ലൈ. ഈ മെസ്സേജ് പോയേക്കുന്ന ഡേറ്റ് നിങ്ങൾ നോക്കണം. ഫ്രൈഡേ 19th ഡിസംബർ, അതായത് 2025 19th ഡിസംബർ. ഈ ഡേറ്റ് നിങ്ങൾ നോക്കണം എന്ന് പറയാൻ റീസൺ ഉണ്ട് കേട്ടോ. അതെന്താ ഞാൻ ലാസ്റ്റ് പറയാം. സോ ഞാൻ അയച്ച റിപ്ലൈ ആണത്. ഇത് ശരിയാ, അങ്ങനെ ഒരു ഫസി ഉണ്ടായിരുന്നു, അവളെ നീ കൊന്നു. നീ ഇല്ലാണ്ട് ജീവിക്കാത്ത ഫസി ഉണ്ടായിരുന്നു, അവളെ നീ കൊന്നു. യു ചീറ്റഡ് ഹെർ. മലപ്പുറത്ത് ആ വീട്ടിൽ പട്ടീനെ പോലെ നിന്ന് നിന്റെ അടിയും വാങ്ങിച്ച് എവിടെയും പോവാണ്ട് നിന്നെയും കാത്ത് നിന്ന ഒരു ഫസി ഉണ്ടായി. നീ എവിടെ പോണേന്ന് പോലും ചോദിക്കാൻ റൈറ്റ് ഇല്ലാണ്ട് വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കരഞ്ഞിരിക്കുന്ന ഫസി ഉണ്ടായി. നീ വിളിച്ചില്ലെങ്കിൽ ഉറങ്ങാണ്ട് ഫുഡ് കഴിക്കാണ്ട് ഇരുന്ന ഫസി ഉണ്ടായി. നീ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യാത്ത ഒരു ഫസി ഉണ്ടായി. നിനക്ക് വേണ്ടി എല്ലാവരെയും ഒഴിവാക്കിയ ഫസി ഉണ്ടായി. എൻ്റെ സ്വന്തം വാപ്പ ഉമ്മാനെ ഒഴിവാക്കി നിന്റെ കൂടെ ഇറങ്ങി വന്ന ഫസി ഉണ്ടായിരുന്നു. ആ ഫസിയോട് നീ ചെയ്തത് എന്താ? സെക്സ് ചാറ്റ്, വേറെ ആളായിട്ട് സെക്സ്, ഫോർ പ്ലേ, കാണാൻ പോക്ക്, ഡേറ്റിംഗ് ആപ്പ്, ഒരു വട്ടമല്ല 10,000 ചാൻസ് തന്ന് ഈവൻ ഇറങ്ങിപ്പോയപ്പോൾ ബെഗ് ചെയ്തു. നീ കാരണം എൻ്റെ വാപ്പ കരഞ്ഞ കരച്ചിൽ എൻ്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കും. മറന്നിട്ടില്ല ഞാനൊന്നും. എന്നിട്ട് ഞാൻ ഇപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, പൈസ ഫുഡിന് കഴിക്കാനൊക്കെ തരുന്നുണ്ടെങ്കിൽ നീ അത് ഞാൻ എങ്ങനെയുള്ള പേഴ്സൺ ആണെന്ന് ആലോചിച്ചാൽ മതി. ലൈഫ് നീ എൻ്റെ സ്പോയിലാക്കി ട്രസ്റ്റ് ചെയ്യാൻ ഒരാളെ പറ്റാണ്ടാക്കി തന്നു. ഇതാണ് ഞാൻ അവന് കൊടുത്ത റിപ്ലൈ. അതെൻ്റെ ചങ്ക് പൊട്ടിയിട്ടാണ് ഞാൻ ആ മെസ്സേജ് അയക്കുന്നത്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടുകാർ ഇവൻ കാരണം കരഞ്ഞ് അല്ലെങ്കിൽ സങ്കടപ്പെട്ട ദിവസം. എനിക്ക് നല്ലോണം എൻ്റെ ട്രോമറ്റൈസിങ് സംഭവത്തിൽ ഏറ്റവും മുന്നിൽ കിടക്കുന്ന ഒരു സാധനമാണത്. മൈ ഫാമിലി ക്രൈഡ് എ ലോട്ട് ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺ. സോ എനിക്കത് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ പൈസ കൊടുത്തു. എന്നിട്ട് ഈ ആൾ അയക്കുന്ന മെസ്സേജാണ്, മിസ് യു, ഐ ഹോപ്പ് യു ആർ ഹാപ്പി, നീ ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് 11 ഡിസംബറിന് അയക്കുന്ന വേറെ മെസ്സേജ്. എടി അത്ര ഇഷ്ടം കൊണ്ടാടി, നിനക്കിനി എന്താ ചെയ്യേണ്ടത്, അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ. നാട്ടിൽ വരട്ടെ, ബസ് ബിസിയാണോ, ക്യാഷ് ഉണ്ടാവോ ടിക്കറ്റ് ഇടാൻ, ഇങ്ങനെ കുറേ മെസ്സേജ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ വേറെ ഒരു മെസ്സേജ് നിങ്ങൾ കാണണം. നീ എന്നെ ഫുൾ ടൈം ഒരു സംശയം രോഗിയാക്കി. ഒരു മിസ്റ്റേക്ക് ആർക്കായാലും പറ്റും. എൻ്റെ ഏജ് അത്ര ഉള്ളെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളായി പോയി നീ. എന്നിട്ട് ഞാൻ എല്ലാം മനസ്സിലാക്കി സോറി പറഞ്ഞ് നല്ലപോലെ പോവാൻ വിചാരിച്ചപ്പോൾ നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് നീ ജീവിക്കുന്നു. ഒരു വില പോലും തരാതെ. അതാണ് ഉദ്ദേശിക്കുന്നത്. യാ, അപ്പോൾ അവൻ പറയുന്നത് അവൻ ചെയ്ത മിസ്റ്റേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഞാൻ ഒരു വട്ടം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 വട്ടം ചെയ്തിട്ടുണ്ട്, 3 വട്ടം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പട്ടീനെ പോലെ. പക്ഷേ എല്ലാം ഏജിൻ്റെ ആണ്. വേറെ ആൾക്കാരായിട്ട് പോയി ചെയ്യുന്നത്, സെക്ഷലി ഏർപ്പെടുന്നത് ഏജിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ഏത് പെണ്ണിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും രണ്ടാമത് തിരിച്ചു വന്നപ്പം എൻ്റെ വീട്ടിലാണ് അവൻ്റെ അവൻ ഡ്രസ്സ് ബാഗിലാക്കി തരുന്നു. എൻ്റെ വീട്ടിൽ ഡ്രസ്സ് അലക്കി വരെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മ. മനസ്സിലായോ? ഇത്രയും അവസ്ഥയായിട്ട്. എന്നിട്ട് ആ ഒരു സ്റ്റേജാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ കേസ് പിൻവലിക്കാൻ വരെ ഞാൻ വിചാരിച്ചു. ഓക്കെ, നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, ഇനി ഉപദ്രവിക്കണ്ട, വിട്ടേക്കാം, കേസ് ഞാൻ പിൻവലിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവൻ്റെ ഇഷ്ടത്തിൽ ഇനിയിപ്പോൾ എന്നെ പറ്റിക്കുകയാണെങ്കിൽ പോലും അവൻ പോയി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കേസ് പിൻവലിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ പോലീസിനോട് പറഞ്ഞു എനിക്കിനി വയ്യ ഇതിന് പുറകെ നടക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് വെച്ചപ്പോഴത്തേക്കും പിന്നെ ഒരു ദിവസം പിന്നെ ഇവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. കേസ് അങ്ങ് പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. സത്യമായിട്ടും എനിക്ക് ഇപ്പോഴും എനിക്ക് അറിയാൻ പാടില്ല അതെങ്ങനെ അങ്ങനെ ആയെന്നോ, അതെന്താ അങ്ങനെ ചെയ്തേന്നോ, എന്തിനാ അവൻ തിരിച്ചു വന്നേന്നോ, ഇതിനൊന്നും എനിക്ക് ഉത്തരവില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്കിത് ആലോചിച്ചിട്ട് ഞാൻ ഇത്രയും ദിവസം ഇത് ആലോചിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയച്ച ഡേറ്റ് നിങ്ങൾ ആലോചിക്കണം. ഈ മെസ്സേജ് എനിക്ക് അയക്കുന്നത് 19th ഡിസംബറിനാണ്. ആൻഡ് 27 ഡിസംബറിന് അത് ഞാൻ പറയാം, വെയിറ്റ്, അതിലോട്ട് ഞാൻ എത്താം. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചാൽ നിങ്ങളോട് പറയട്ടെ. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ സ്റ്റോക്ക് എടുത്ത ഡ്രസ്സും ബാഗും ഉണ്ട്. ആ ബാഗ് അവന് എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടി അവന് ബാഗ് വിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവന് ആ ബാഗിൻ്റെ സ്റ്റോക്ക് കൊണ്ട് കൊടുത്തു. അതുമായിട്ട് അവൻ കൊച്ചിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. കൊച്ചിയിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഓക്കെ ശരി, കൊച്ചിയിലോട്ട് പോയി താമസിക്കട്ടെ. കൊച്ചിയിൽ പോയാൽ ഉറപ്പായിട്ടും ഡേറ്റിങ്ങിനും അതിനും ഇതിനൊക്കെ പോകുമെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എൻ്റെ കൂടെ നിർത്താൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് അത്രയും ട്രസ്റ്റ് പോയി, ഇത്രയും സീനൊക്കെ ആയിട്ട് നിൽക്കും, എനിക്ക് നിർത്താൻ പറ്റത്തില്ല. കൊച്ചിയിലോട്ട് പോയി നന്നായെന്ന് അങ്ങനെ അത്രയും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും ആൾ നന്നായാൽ നമുക്ക് ഉറപ്പായിട്ടും ആളെ വിശ്വസിക്കാമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പോട്ടെ വിചാരിച്ചു.
അങ്ങനെ കൊച്ചിയിലോട്ട് പോകുന്ന വഴിക്ക് പെട്രോളിനൊക്കെ ഞാൻ പൈസ കൊടുത്തു. പിന്നെ ആള് പെട്ടെന്ന് പിന്നെ മുങ്ങി ഞാൻ കുറേ വിളിച്ചു, മെസ്സേജ് അയച്ചു, എവിടെ റിപ്ലൈ ഇല്ല. 2 ദിവസം കഴിഞ്ഞ് എവിടെന്നോ പൊങ്ങി വന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെയും പോയി. പിന്നെയും പഴയ പോലെ മനസ്സിലായോ? എനിക്ക് പഴയ ട്രോമ കയറി വരാൻ തുടങ്ങി. പിന്നെയും മുങ്ങും. പിന്നെയും ഞാൻ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കും. ഇത്രയും ദിവസം അവൻ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞ് ഞാൻ ആ ടെൻഷനിലല്ലായിരുന്നു. ഓക്കെ, അവൻ എൻ്റെ ലൈഫിലില്ല, അവൻ എവിടെയോ ആണ്, അവൻ വേറെ ആരുടെ കൂടെ ആയിരിക്കും, ആ ടെൻഷനില്ല. ഇത് അവൻ എൻ്റെ അടുത്തോട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ അവൻ വേറെ ആരുടെയും കൂടെ പോകുമെന്ന് എനിക്ക് ആലോചിക്കുമ്പം പിന്നെ എനിക്കത് എങ്ങനെ നിങ്ങളോട് പറയണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഡിസംബർ 31 ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച്, ഞാനും റുക്സയൊക്കെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ 2-ാം തീയതി തിരിച്ചു വരിക. 2-ാം തീയതി ട്രെയിനിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും പോലീസ് വിളിക്കുന്നു, താങ്കൾക്കെതിരെ കേസുണ്ടെന്ന്, തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന്. അപ്പം എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഇവനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, എന്ത് കേസ്? മുഹമ്മദ് സെബിൽ എന്ന് പറയുന്നത് താങ്കളുടെ ഹസ്ബൻഡാണോ? അതെ, മുഹമ്മദ് സെബിൽ താങ്കൾക്കെതിരെ കേസ് കൊടുത്തു. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്കെന്ത് പറയണം, എൻ്റെ തലയിലോട്ട് അത് രജിസ്റ്റർ ആയില്ല. പോലീസ് അത് പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക്, എൻ്റെ ഫോൺ ഇങ്ങനെ ഇരിക്കുന്നു, ഫോൺ ഇങ്ങനെ നിലത്തോട്ട് പോയി. ഞാനിങ്ങനെ കുറച്ചു നേരം തലയിൽ കൈവച്ചിരുന്നു. ആൻഡ് ഐ കുഡൻറ്റ് പ്രോസസ് ദിസ്. പക്ഷെ ഞാൻ റുക്സയോടൊന്നും പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം ഞാൻ റിലാക്സ് ആയി ഇരുന്ന് ആലോചിച്ചു, എന്തിനെനിക്കെതിരെ കേസ് കൊടുത്തു, എന്താണ് കേസെന്ന് എനിക്ക് അപ്പം അറിയത്തില്ല, എന്താണ് കൊടുത്തേക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ ഹൃദയം അവൻ പിന്നെയും ഒടക്കി ഇടിച്ച് കൊന്നു എന്ന് പറയാം. ഐ ഫെൽറ്റ് സോ ഡൺ വിത്ത് ലൈഫ്. അങ്ങനെ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. എടുത്ത് വായിച്ചപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, ഇത് എന്നെപ്പറ്റി തന്നെയാണോ പറയുന്നതെന്ന് എനിക്കായിപ്പോയി. ഇത് എൻ്റെ കേസാണോ, ഞാനെന്നുള്ളൊരു വ്യക്തിനെ പറ്റിയാണോ ഇവ സംസാരിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് അതിലെഴുതിയിരിക്കുന്ന ഒരു കാര്യം, എൻ്റെ പൊന്നു, ആ കേസിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം ആ കേസിനെ പറ്റി സംസാരിക്കേണ്ടി വന്നാൽ ഇപ്പോഴൊന്നും അത് തീരത്തില്ല, അത്രമേലുണ്ട് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. കേസിൻ്റെ ഷീറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ ഇത്രയും പരാതിയാണ് അവൻ എന്നെ പറ്റി എഴുതി വെച്ചേക്കുന്നത്. ഒരു 6-7 പേജ് എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ്. ഞാൻ കൊടുത്തേക്കുന്ന പരാതി 2 പേജേ ഉള്ളൂ. ഫുൾ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എൻ്റെ പ്രായം പോലും അവന് അറിയത്തില്ല. എനിക്ക് എഴുതി വെച്ചേക്കുന്ന പ്രായം, ഫസ്മിന സാക്കിർ 26 വയസ്സ്. ഇത്ര നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് പ്രായം പോലും അവൻ അറിയത്തില്ല. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞ് ഐ ബ്രോക്ക് ഡൗൺ. ഞാൻ ഇരുന്ന് കരഞ്ഞു. സ്ട്രെയിറ്റ് 2 ദിവസം ഞാൻ ഈ കേസ് ഷീറ്റ് കയ്യിൽ പിടിച്ച് ഞാനിരുന്ന് കരഞ്ഞു. പക്ഷെ ഞാൻ പുറമേ കാണിച്ചിട്ടില്ല, ഞാൻ അവൻ്റെ അടുത്തും കാണിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ട് ശരി, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും എനിക്കറിയായിരുന്നു ഇത് അത്ര നല്ല രീതിയിലൊന്നും എൻ്റെ ചെയ്യില്ല. തിരിച്ച് വന്നത് എന്തെങ്കിലും പണി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനിയും തിരിച്ച് വേറെ ആളുടെ കൂടെ പോവായിരിക്കും എന്നൊക്കെ മനസ്സിൽ ഞാനൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത്, ഇനി പോയാൽ ഫസി വിഷമിക്കരുത്, നീ ഇത് എക്സ്പെക്റ്റ് ചെയ്യണം, ഇത്രയും നാളുമായിട്ട് മാറിയിട്ടില്ല, അപ്പം നീ ഒരിക്കലും ഇതാക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ നിന്ന്. അതുകൊണ്ട് ഞാൻ ആ സങ്കടം അങ്ങ് കടിച്ചമർത്തി ഞാൻ അങ്ങ് കേസിൻ്റെ വഴി പോവാം, ഓക്കെ എന്താ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതേ അടുത്തത്, ഞങ്ങൾക്കൊരു ഫാമിലി സിം ഉണ്ടായിരുന്നു, എനിക്കും അവൻക്കും. എന്നിട്ട് ഞങ്ങളുടെ ബിസിനസ്, അതായത് ഞങ്ങൾ ഷോപ്പ് തുടങ്ങായിരുന്നത് എനിക്കും അവൻ്റെ പേരിലാണ്, റൂഹ് എന്ന് പറയുന്ന ബിസിനസ്. അപ്പം അതിനൊരു സിം ഉണ്ടായിരുന്നു. ആ സിം ഞാൻ എൻ്റെ ഫോണിൽ ഇട്ട് വാട്സപ്പ് തുടങ്ങി. ആ സിം ഞാൻ ഊരി വെച്ചു. വാട്സപ്പ് ബിസിനസ് നമ്പർ അതായിരുന്നു. അപ്പം എൻ്റെ കടയുടെ ഓൺലൈൻ സ്റ്റോർ മൊത്തം ഞാൻ അതിലാണ് നോക്കി വെച്ചുകൊണ്ടിരുന്നത്. ഇവൻ ഉടനെ കേസെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വാട്സപ്പ് പെട്ടെന്ന് എൻ്റെ ഫോണിൽ നിന്ന് ലോഗൗട്ടായി പോയി. അതിന് ഇവൻ ഇൻസ്റ്റയിൽ പറഞ്ഞ എക്സ്പ്ലനേഷനാണ്, ഞാൻ ഡ്രഗ്സ് വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അവൻ്റെ പേരിലുള്ള സിമ്മാണ്, അവന് റിസ്ക് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മുടന്ത ന്യായമായിട്ട് പുള്ളി എത്തി. പോട്ടെ, ഞാൻ സൈബറിൽ പോയി എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. സൈബറിൽ പോയി ഞാൻ കേസ് കൊടുത്തു. എൻ്റെ പേരും പറഞ്ഞിട്ട് ഇവൻ ചാറ്റ് ചെയ്തു. ബിക്കോസ് എൻ്റെ കൊളാബൊക്കെ ആ വാട്സപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇവൻ താല്പര്യമില്ല ഇനി കൊളാബ് ചെയ്യാമെന്ന് ഇവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവനങ്ങ് ഞാനായിട്ട് മെസ്സേജ് അയച്ചു വിടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനായിട്ട് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ പോലീസ് അവിടെ നിന്ന് പറഞ്ഞു, അവൻ്റെ സിം ആയതുകൊണ്ട് ആ സിം എൻ്റെ പേരിലാക്കാനോ അതിനൊന്നും റൈറ്റ് ഇല്ല, പക്ഷേ ഞാൻ ആയിട്ട് അവനിന്ന് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പരാതിയാക്കാം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സൈബറിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഉടനെ ചേട്ടൻ്റെ പുതിയ സ്റ്റാറ്റസ് വന്നു, ഉണ്ണാല മുടിയാതെ തമ്പി, അതായത് നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്.
അതെന്ത് പ്രഹസനമാണെന്ന് എനിക്കറിയത്തില്ല. അതും കഴിഞ്ഞ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ആ അക്കൗണ്ടിലോട്ട് റീൽസ് അയച്ചിടും. എനിക്ക് ചെയ്യാനുള്ള റീൽസൊക്കെ ഞാൻ ആ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ടിരുന്നത്. ആ അക്കൗണ്ട് ഞാൻ യൂസ് പോലും ചെയ്യത്തില്ല. 1400 ഫോളോവേഴ്സ് എന്തോ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ അക്കൗണ്ട് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്തേക്കുന്നത് ഇവൻ്റെ ഈ വാട്സപ്പ് നമ്പർ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്റ്റ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഫോണിൽ നിന്ന് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഇതിൽ സ്റ്റോറി വന്നു. എനിക്ക് ആരോ സ്ക്രീൻഷോട്ട് അയച്ചത്. ഇതിൽ നിന്ന് സ്റ്റോറി വന്നിട്ടുണ്ട്, ഇത് ഫസിയുടെ അക്കൗണ്ടാണെന്ന്. എൻ്റെ അക്കൗണ്ട് അല്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടാണ്, ബട്ട് ദെൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല ആ അക്കൗണ്ട് ആ ടൈമിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അക്കൗണ്ട് ഇൻസ്റ്റയിൽ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലോഗ് ഔട്ടാണ്. എൻ്റെ കയ്യിൽ അത് കാണുന്നില്ല. ആൻഡ് അതിലിട്ടേക്കുന്ന സ്റ്റോറി ബ്രില്യൻ പ്ലാനാണ്. ഇത് നിങ്ങൾ സൂക്ഷിച്ചേക്കണം. ഷിബിലിയുടെ ബ്രില്യൻ പ്ലാനാണ്. അതിലിട്ടേക്കുന്ന സ്റ്റോറി ലല്ലുവിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റിപ്ലൈ എന്നോ അങ്ങനെ എന്തോ ആസ്ക് മീ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും സംശയിക്കത്തില്ല ലല്ലുവിൻ്റെ ആണ് ഈ അക്കൗണ്ട്. അതായത് ലല്ലു ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ വിചാരിക്കും അവനെ പറ്റി തന്നെ അവൻ കുറ്റം ഇടുമെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതാണ് അവൻ്റെ ബുദ്ധി. അവൻ അത്രയും കാഞ്ഞ ബുദ്ധിയാണ്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കും. കാരണം ഞാൻ സൈബറിൽ ഓൾറെഡി വിളിച്ച് ചോദിച്ചു. അപ്പോൾ ടവർ ലൊക്കേഷൻ ഇരിക്കുന്ന അവൻ്റെ ആണ്. അത് മാത്രമല്ല ആ നമ്പർ രജിസ്റ്റർ ചെയ്തേക്കുന്നതും അവൻ്റെ ആയിരുന്നു. അതായത് അവൻ എടുത്തുകൊണ്ട് പോയ സിമ്മിലോട്ടായിരുന്നു കോഡ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടായിരുന്നു. പാസ്വേഡ് വെച്ച് അപ്പം തന്നെ ലോഗിൻ ചെയ്ത് കയറി. അപ്പം തന്നെ മീൻസ് ഈ അക്കൗണ്ട് കണ്ടുപിടിച്ച് 2 days കഴിഞ്ഞിട്ട് ഞാൻ ലോഗിൻ ചെയ്ത് നേരെ നമ്പർ മാറ്റി എൻ്റെ നമ്പറിലോട്ടാക്കി. പിന്നെ അവന് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവൻ ഈ അക്കൗണ്ടിൽ നിന്ന് നട്ടലില്ലാത്തവൻ എന്താ ചെയ്തതെന്നല്ലേ. ഇവൻ ഈ അക്കൗണ്ടിൽ നിന്ന് കണ്ട പെൺപിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ട്, അതായത് ഞാനെന്ന വ്യാജേന ഇവൻ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ ലെസ്ബിയനാണ്, ഹോട്ട് ഫോട്ടോസ് അയച്ചു തരുമെന്ന്. ഇത്രയും നാളും സ്വന്തം ഐഡന്റിറ്റിയിൽ പോയിട്ട് ഹോട്ട് ഫോട്ടോസ് അയക്കായിരുന്നു. ഇപ്പം അത് പറ്റാത്തതുകൊണ്ട് ഞാനായിട്ട് അവന് വേറെ പെൺപിള്ളേരുടെ കാണാൻ വേണ്ടി ഞാൻ ലെസ്ബിയനാന്ന് വരുത്തി തീർത്തി അവൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആ അക്കൗണ്ടിൽ. ഇപ്പം ഞാൻ ആലോചിക്കും, പിന്നെ എന്തുണ്ടാക്കാനാണ് ഇവൻ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വന്നതെന്നോ ഇവൻ ചാൻസ് ചോദിച്ചതെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഈ വൃത്തികെട്ടവൻ എനിക്കെതിരെ കേസും കൊടുത്തു. ആ കേസിൽ എഴുതി വെച്ചേക്ക് വായിച്ചാൽ ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇത്രയും നമുക്കെതിരെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നായിപ്പോയി. ഓക്കെ. അങ്ങനെ ഇൻസ്റ്റ ഞാൻ തിരിച്ചെടുത്തു. അത് കഴിഞ്ഞ് ബാക്കി പറയാം. ഇത് ഞാൻ അവൻ്റെ എല്ലാം പുറത്ത് പറയുന്നതുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഞാനിത് പറയാണ്ട് ഞാൻ നിർത്തിയ കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേസ് പിൻവലിച്ച് ഞാൻ മര്യാദയ്ക്ക് അവൻ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, എന്താണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ ഇതെല്ലാം എനിക്കെതിരെ ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഹി ഡിസേർവ്സ് ദിസ് വീഡിയോ ആൻഡ് വരാൻ പോകുന്ന എല്ലാ വീഡിയോയും. എന്നെ തല്ലിയതും അടിച്ചതും ഇടിച്ചതൊക്കെ നിങ്ങൾ കാണണമല്ലോ. അതൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്കി ആൾക്കാർ ചെയ്ത് എന്താണെന്ന് കാണിച്ചു തരാം. എൻ്റെ ഇങ്ങനെ കേസിലിങ്ങനെ എഴുതി വെച്ചേക്കുന്ന പോലെ വാവിട്ടുള്ള താളമൊന്നുമല്ല. എൻ്റെ എല്ലാത്തിനും തെളിവുണ്ട്. തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. സോ ഐ എം സോ മച്ച് ട്രോമറ്റൈസ്ഡ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ കുറേ പെൺപിള്ളേർക്ക് എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ്, അതായത് എനിക്ക് പണ്ട് നിക്കാഹിന് മുന്നേ, ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കില്ല ആൺപിള്ളേർ. കാരണം ഇവൻ ആൺപിള്ളേരോട് മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. നിക്കാഹിന് മുന്നേ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവരോട് കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ചേർത്ത് അയച്ചു കൊടുത്തിട്ട് ഇവൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ റിലേഷനാണ്, എനിക്ക് വേറെ ബന്ധമുണ്ട്, ഇവള് മറ്റതാണ് ഇവള് മറിച്ചതാണ് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതും ഞാൻ സഹിച്ചു. അതിനെതിരെ ഇവന് തെളിവ് കൊണ്ടുവരാം. ഇവന് കൊണ്ടുവരണമെങ്കിൽ അതും കൊണ്ടുവരാൻ എനിക്ക് പ്രശ്നമില്ല. ബട്ട് ദെൻ അവൻ പ്രൂവ് ചെയ്യണം നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ആൺപിള്ളേരുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന നിൽക്കുന്ന എനിക്ക് വേറെ റിലേഷനുള്ള എന്ത് പണ്ടാരാന്ന് വെച്ചാൽ അവൻ പറഞ്ഞു തീർക്കണം. സോ എനിക്കറിയത്തില്ല ഇവൻ ഇതെന്താ ചെയ്ത്. ഇവൻ അപ്പോഴത്തെ കാര്യം നടക്കാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ സെക്കൻഡ് ചാൻസ് ചോദിച്ചു വന്നേ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം വേറെ ഒന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് ഇപ്പം ആള് കൊച്ചിയിലുണ്ട്. സോ കൊച്ചി പോകുന്നത് എൻ്റെ ഒരു ട്രോമ ആക്കി തന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയുള്ളവരുടെ ലൈഫ് എങ്ങനെയാണ് തീരുന്നതെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാൻ അത്രയും എൻ്റെ മനസ്സുകൊണ്ട് പ്രാകുന്നില്ലെങ്കിൽ പോലും എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കി തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഷിബിലിയോട്. എന്തായാലും ഇപ്പം തന്നെ സമയം എത്രയായി? 2:46. ഇനി ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 6 മണിയാവും. 6 മണിക്ക് ഞാൻ ഉറങ്ങി 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും. ഇതാണ് എൻ്റെ ലൈഫ് റുട്ടീൻ ഇപ്പോൾ. സോ ഐ എം മെൻ്റലി ഡൺ. ബട്ട് ഐ പ്രോമിസ് ഞാൻ എല്ലാ കാര്യവും ഞാൻ പറയും. എല്ലാം ഞാൻ വീഡിയോ ഇടും. എല്ലാവരും എല്ലാം അറിയണം.
ആൻഡ് ഇത് പേഴ്സണൽ കാര്യമല്ല എന്ന് ചോദിക്കുന്നവരോട് പേഴ്സണലി വിടാൻ വെച്ച കാര്യമാണ്. പക്ഷേ എനിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും വിടാൻ പറ്റത്തില്ല. കാരണം ഈ കേസിൽ അക്ബർ ഖാൻ്റെ പേരുണ്ട്, വേറെ പലരുടെയും പേരുണ്ട്. അപ്പോൾ ഈ കേസ് എനിക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് എന്നെ ബാധിക്കും, മനസ്സിലായോ? സോ മൈ സെൽഫ് റെസ്പെക്റ്റ് ഇസ് ബിഗർ ദാൻ മൈ ഇമോഷൻ റൈറ്റ് നൗ ഈ സ്റ്റേജിൽ. അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ട ലൈറ്റിങ്ങിലും ഇത്രയും വൃത്തിയായിട്ട കോലത്തിൽ ഈ പട്ടി മോങ്ങിയ ഫേസും വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഈവൻ ഹാവ് ദ സൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൈക്കിങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മൈക്ക് പോലും ഇല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്, മനസ്സിലായോ? സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എനിക്ക് വീഡിയോ ലോങ് ആക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കേസിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നതായിരിക്കും. Thank you guys for watching and supporting me this much. So love you all. Tata bye. ഉറങ്ങാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും. Yeah.